കൊച്ചി ജില്ലയിലെ ആലുവ ടൗണിൽ നിന്നും അല്പം മാറിയുള്ള അൽ അമീൻ ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിന്റെ പടിവാതിൽക്കൽ തന്റെ മകൻ ആദിദേവിന്റെ കൈപിടിച്ച് നിൽക്കുമ്പോൾ ഹരിശങ്കറിന്റെ ഉള്ളിൽ ഒരു ആദിയായിരുന്നു. ഗൾഫിലെ പ്രവാസ ജീവിതം പെട്ടെന്ന് അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ശേഷം മകന്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ അവന് വലിയ നിർബന്ധമുണ്ടായിരുന്നു. കൊച്ചി എയർപോർട്ട് റോഡിലെ തിരക്കുകളിൽ നിന്നും സ്കൂളിന്റെ ശാന്തതയിലേക്ക് കയറുമ്പോൾ ഹരി തന്റെ തോളിലെ ബാഗ് ഒന്നുകൂടി ശരിയാക്കി. അവന് ചുറ്റുമുള്ള ലോകം മാറിയിരിക്കുന്നു. പക്ഷേ അവൻ്റെ ഉള്ളിലെ മുറിവുകൾക്ക് ഇന്നും 6 വർഷത്തെ പഴക്കമുണ്ട്. അച്ഛാ, ഈ സ്കൂളിൽ എത്ര വലുതാണ്? ആ 6 വയസ്സുകാരൻ ആദി കൗതുകത്തോടെ നോക്കി. ഹരി അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ പക്ഷേ ഒരു വലിയ സങ്കടം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഭാര്യ മരിച്ചുപോയെന്ന് നാട്ടുകാരോടും വീട്ടുകാരോടും പറഞ്ഞു നടന്ന ഹരിയുടെ ഉള്ളിൽ ഒരു വലിയ സത്യം നീറുന്നുണ്ടായിരുന്നു. തൻ്റെ ജീവിതം തകർത്ത ആ സാമ്പത്തിക ചതിയും അതിനു പിന്നാലെ തന്നെ വിട്ടുപോയ പ്രിയതമയും അവൻ്റെ ഓർമ്മകളിൽ ഒരു കനലായി ഇന്നും അവശേഷിക്കുന്നു. റിസപ്ഷനിലെത്തിയപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞു, സർ, പ്രിൻസിപ്പൽ മാഡം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അഡ്മിഷൻ സംബന്ധിച്ച് അവസാന തീരുമാനം അവരുടേതാണ്. 2nd ഫ്ലോറിലെ ക്യാബിനിലേക്ക് പോയിക്കോളൂ. ലിഫ്റ്റ് മുകളിലേക്ക് ഉയരും തോറും അവൻ്റെ നെഞ്ചിടിപ്പും കൂടി വന്നു. ലിഫ്റ്റ് തുറന്ന് ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ പ്രിൻസിപ്പലിൻ്റെ മുറിക്ക് മുന്നിലെ ആ കറുത്ത നെയിം പ്ലേറ്റ് അവൻ്റെ കണ്ണുകളിൽ തറച്ചു നിന്നു. പ്രിൻസിപ്പൽ നന്ദിനി ഹരിശങ്കർ. ആ പേര് കണ്ടതും ഹരി ഒരു നിമിഷം ശ്വാസം വിടാൻ പോലും മറന്നുപോയി. നന്ദിനി 6 വർഷം മുൻപ് കൊച്ചിയിലെ തൻ്റെ പഴയ തറവാട്ട് വീട്ടിൽ നിന്നും ഒരു വാക്കുപോലും പറയാതെ പടിയിറങ്ങിപ്പോയവൾ. ഒരു വലിയ സാമ്പത്തിക ചതിയിൽപ്പെട്ട് താൻ തകർന്നു നിൽക്കുമ്പോൾ താങ്ങായി നിൽക്കേണ്ടവൾ എന്തിനാണ് തന്നെ ഉപേക്ഷിച്ചു പോയതെന്നും ഇന്നും അവൻ അറിയില്ല. ഒരു വിവാഹമോചന നോട്ടീസ് പോലും നൽകാതെ അപ്രത്യക്ഷമായ അവൾ ഇന്ന് ഈ നഗരത്തിലെ ഏറ്റവും വലിയ സ്കൂളിൻ്റെ സാരഥിയായി മാറിയിരിക്കുന്നു. ഹരി ഒരു നിമിഷം പുറകോട്ട് മാറാൻ ആഗ്രഹിച്ചു. പക്ഷേ തൻ്റെ മകൻ്റെ ഭാവിക്കായി അവന് ആ വാതിൽ തുറന്നേ മതിയാകൂ. വിറയ്ക്കുന്ന വിരലുകളോടെ ഹരി വാതിൽ തള്ളി തുറന്നു. മുറിക്കുള്ളിലെ AC-യുടെ തണുപ്പിലും ഹരിയുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മേശയ്ക്കപ്പുറം ഗൗരവത്തോടെ ഫയലുകൾ നോക്കിയിരുന്ന നന്ദിനി തല ഉയർത്തി ഹരിയെ കണ്ടതും അവളുടെ കയ്യിലിരുന്ന പേന നിലത്തു വീണു. വർഷങ്ങൾക്ക് ശേഷം കാലം കരുതിവെച്ച ഒരു വലിയ പരീക്ഷണം പോലെ അവർ മുഖാമുഖം നിന്നു. നന്ദിനി വേഗം കണ്ണടകൾ ഊരിവെച്ചു സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അവളുടെ മുഖത്ത് വിരിഞ്ഞത് ആശ്ചര്യമോ സങ്കടമോ എന്ന് തിരിച്ചറിയാൻ ഹരിക്ക് കഴിഞ്ഞില്ല. ഇരിക്കൂ മിസ്റ്റർ ഹരി, നന്ദിനി പതറാത്ത സ്വരത്തിൽ പറഞ്ഞു. അവളുടെ വാക്കുകളിൽ പഴയ സ്നേഹത്തിൻ്റെ തരിമ്പ് പോലും ഇല്ലായിരുന്നു. പകരം ഒരു തരം ഔദ്യോഗികമായ അകൽച്ച മാത്രം. ഹരി മൗനമായി കസേരയിലിരുന്നു. അത്രയും കൗതുകത്തോടെ നന്ദിനിയെ നോക്കി ഒരു കൊച്ചു ചിരി നൽകി. ആ ചിരി കണ്ടപ്പോൾ നന്ദിനിയുടെ ഉള്ളിൽ ഒന്ന് നടുങ്ങി. അവൾ അറിയാതെ അവളുടെ കൈകൾ മേശയ്ക്കടിയിൽ കൂട്ടിപ്പിടിച്ചു. തൻ്റെ ഹൃദയമിടിപ്പ് ഹരി കേൾക്കുന്നുണ്ടോ എന്നവൾ ഭയപ്പെട്ടു. ആലുവയിൽ തിരിച്ചെത്തി എന്ന് കേട്ടു. ഈ കുട്ടി? നന്ദിനി ഫയലിലേക്ക് നോട്ടം മാറ്റിവെച്ച് ചോദിച്ചു. അവളുടെ ശബ്ദത്തിൽ നേരിയ വിറയലുണ്ടായിരുന്നു. ആദിദേവൻ എൻ്റെ മകനാണ്. അവനെ ഇവിടെ ചേർക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആലുവയിൽ ഇതിലും നല്ലൊരു വിദ്യാലയം ഇല്ലെന്നറിയാം, ഹരി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഓരോ വാക്കും ഒരു വെല്ലുവിളി പോലെ അവൻ എറിഞ്ഞുകൊടുത്തു. നന്ദിനി ഗൗരവത്തിൽ അവനെ നോക്കി. അഡ്മിഷൻ നൽകുന്നതിന് മുമ്പ് ചില ഔദ്യോഗിക കാര്യങ്ങൾ അറിയണം. കുട്ടിയുടെ അമ്മ എവിടെ? ഇൻ്റർവ്യൂവിന് മാതാപിതാക്കൾ 2 പേരും വേണം. ഈ സ്കൂളിൻ്റെ കർശന നിയമമാണത്. ഹരി ഒരു നിമിഷം നിശബ്ദനായി. അവൻ്റെ കണ്ണുകളിൽ ക്രോധവും വേദനയും മിന്നിമറഞ്ഞു. അവൻ നന്ദിനിയെ സൂക്ഷിച്ചു നോക്കി. സാവധാനം പറഞ്ഞു, അവൻ ജനിച്ച അന്നു തന്നെ അവൻ്റെ അമ്മ മരിച്ചുപോയി. അന്നു മുതൽ ഇന്നുവരെ ഞാൻ മാത്രമാണ് അവൻ്റെ അമ്മയും അച്ഛനും. ചിലർ ജീവിതത്തിൽ നിന്നും മരിക്കാതെ തന്നെ പടിയിറങ്ങി പോകാറുണ്ട്. അത് മരിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ വേദനയാണ്. ഈ മറുപടി കേട്ടതും നന്ദിനി ഒരു നിമിഷം സ്തംഭിച്ചുപോയി. അവളുടെ മുഖത്ത് ഗൗരവം മാറി ആ സ്ഥാനത്ത് ഒരു നടുക്കം പടർന്നു. അവർ അവശ്യസ്നേഹയോടെ ആദിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ, ചിരി, കവിളിലെ ആ ചെറിയ മറുക് എല്ലാം നന്ദിനിയെ ഏതോ ഒരു പഴയ ഓർമ്മയിലേക്ക് കൊണ്ടുപോയി. 6 വർഷം മുമ്പ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അവൾക്ക് ചുറ്റും ഒരു പുകമറ പോലെ ഉയർന്നു. അവൾ പെട്ടെന്ന് കസേരയിൽ നിന്നും എഴുന്നേറ്റ് ജനാലയ്ക്കൽ പോയി നിന്നു. ഹരി പറയുന്നത് സത്യമാണോ? ആദിയുടെ അമ്മ മരിച്ചുപോയോ? അപ്പോൾ 6 വർഷം മുമ്പ് തൻ്റെ വീട്ടുകാർ തന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയതും കുഞ്ഞു മരിച്ചുപോയി എന്ന് വിശ്വസിപ്പിച്ചതും കള്ളമായിരുന്നു. നന്ദിനി മറച്ചു പിടിച്ചിരുന്ന രഹസ്യത്തെക്കാൾ വലിയൊരു ചതി ആരോ തങ്ങൾക്കിടയിൽ ചെയ്തിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. മിസ്റ്റർ ഹരി, കുട്ടിയുടെ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ വെച്ചോളൂ, ഞങ്ങൾ പരിശോധിച്ചറിയിക്കാം. നന്ദിനി തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. ഹരി എഴുന്നേറ്റു.
ശരി എന്ന് പറഞ്ഞ് അവൻ മകൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. ഹരി മുറിക്ക് പുറത്തിറങ്ങിയതും നന്ദിനി തൻ്റെ കസേരയിലേക്ക് തളർന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. 6 വർഷം മുമ്പ് ആലുവയിലെ ഹോസ്പിറ്റലിൽ വെച്ച് തൻ്റെ കുഞ്ഞ് മരിച്ചുപോയെന്ന് പറഞ്ഞ ആ നേഴ്സിനെ അവൾ ഓർത്തു. അന്ന് തൻ്റെ സഹോദരൻ ഗിരിയായിരുന്നു അവിടെയെല്ലാം നിയന്ത്രിച്ചിരുന്നത്. അതേസമയം സ്കൂളിൻ്റെ വരാന്തയിലൂടെ നടന്നുപോയ ഹരിയെ ദൂരെ നിന്ന് ഒരാൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നന്ദിനിയുടെ സഹോദരനായ ഗിരിയായിരുന്നു അത്. അവൻ്റെ മുഖത്ത് ഒരു വക്രബുദ്ധിയുടെ ചിരി ഉണ്ടായിരുന്നു. നീ ഇത്ര വേഗം തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയില്ല ഹരി. നന്ദിനി സത്യങ്ങൾ അറിയാൻ പാടില്ല, ഗിരി മന്ത്രിച്ചു. സ്കൂളിൽ നിന്നും ആലുവ ടൗണിലെ തിരക്കുകളിലേക്ക് ഇറങ്ങുമ്പോൾ ഹരിയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. നന്ദിനി, അവളെ വീണ്ടും കാണുമെന്ന് അവൻ കരുതിയിരുന്നില്ല. 6 വർഷം മുൻപ് തൻ്റെ ബിസിനസ് പങ്കാളികൾ തന്നെ ചതിച്ച് കോടികളുടെ കടക്കാരനാക്കിയപ്പോൾ കൂടെ നിൽക്കുമെന്ന് കരുതിയവളാണ് ഒരു വാക്കുപോലും പറയാതെ സ്വന്തം വീട്ടുകാർക്കൊപ്പം പോയത്. പിന്നീട് അവളെ കാണാനോ സംസാരിക്കാനോ അവളുടെ വീട്ടുകാർ അനുവദിച്ചില്ല. ആ പകയിലാണ് അവൻ പ്രവാസലോകത്തേക്ക് പറന്നതും ആലുവയിലെ തറവാട് വീട് ഉപേക്ഷിച്ചതും. അച്ഛാ, നമുക്ക് ചായക്കടയിൽ പോയാലോ? ആദിയുടെ കൊഞ്ചൽ അവനെ ചിന്തകളിൽ നിന്നും ഉണർത്തി. ആലുവ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി അവന് ചായയും പലഹാരവും വാങ്ങിക്കൊടുക്കുമ്പോഴും ഹരിയുടെ മനസ്സിൽ നന്ദിനിയുടെ മുഖം തന്നെയായിരുന്നു. അവൾ ഒരുപാട് മാറിയിരിക്കുന്നു. പഴയ ആ തമാശക്കാരിയായ പെൺകുട്ടിയല്ല അവളിപ്പോൾ. അവളുടെ കണ്ണുകളിൽ കണ്ടത് ഗൗരവമല്ല, മറിച്ച് ആഴത്തിലുള്ള ഏതോ ഒരു മുറിവാണെന്ന് ഹരി വൈകി തിരിച്ചറിഞ്ഞു. അതേസമയം സ്കൂളിലെ പ്രിൻസിപ്പൽ ക്യാബിനിൽ നന്ദിനി തകർന്നിരിക്കുകയായിരുന്നു. ഹരി പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൻ ജനിച്ച അന്നു തന്നെ അവൻ്റെ അമ്മ മരിച്ചുപോയി. എന്തിനാണ് ഹരി അത്തരം ഒരു കള്ളത്തരം പറഞ്ഞത്? അതോ അവൻ വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെയാണോ? അവൾ തൻ്റെ ഓർമ്മകളെ 6 വർഷം പിറകിലേക്ക് കൊണ്ടുപോയി. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവവേദന കൊണ്ട് പുളയുമ്പോൾ കൂടെ ഹരി ഉണ്ടായിരുന്നില്ല. ബിസിനസ്സിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവൻ ബാംഗ്ലൂരിൽ പോയതായിരുന്നു. അന്ന് തൻ്റെ സഹോദരൻ ഗിരിയായിരുന്നു ആശുപത്രിയിൽ ഒപ്പമുണ്ടായിരുന്നത്. ബോധം തെളിഞ്ഞപ്പോൾ ഗിരി പറഞ്ഞത് കുഞ്ഞു മരിച്ചുപോയി എന്നാണ്. ആ ആഘാതത്തിൽ തകർന്നു പോയ നന്ദിനിയെ ഹരിയെ കാണാൻ പോലും അനുവദിക്കാതെ ഗിരി ബോംബെയിലേക്ക് മാറ്റി. ഹരി നിന്നെ അന്വേഷിച്ചില്ലെന്നും അവൻ മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുകയാണെന്നും വിശ്വസിപ്പിച്ചാണ് ഗിരി അവളെ അവിടെ നിർത്തിയത്. മാഡം, ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. പ്യൂണിന്റെ ശബ്ദം കേട്ട് നന്ദിനി വേഗം കണ്ണുനീർ തുടച്ചു. വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത് അവളുടെ സഹോദരൻ ഗിരിയായിരുന്നു. നീ എന്തിനാണ് ആ ഹരിയുടെ മകന്റെ ഫയൽ നോക്കിയിരിക്കുന്നത്? ഗിരിയുടെ ശബ്ദത്തിൽ ഗൗരവമുണ്ടായിരുന്നു. നന്ദിനി ഞെട്ടിപ്പോയി. ചേട്ടൻ എങ്ങനെ അറിഞ്ഞു അവൻ വന്ന കാര്യം? ഈ ആലുവയിൽ ഞാൻ അറിയാതെ ഒന്നും നടക്കില്ല നന്ദിനി. ആ ഹരിയെ നീ ഇനിയും അടുപ്പിക്കരുത്. അവൻ നിന്നെ ചതിച്ചവനാണ്. ഗിരി കസാരയിലിരുന്നു കൊണ്ട് പറഞ്ഞു. അവൻ എന്നെ ചതിച്ചതാണോ ചേട്ടാ, അതോ ചേട്ടൻ എന്നെ ചതിച്ചതാണോ? നന്ദിനി എഴുന്നേറ്റ് നിന്ന് ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു. ആ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത് എൻ്റെ ചോരയാണെന്നാണ്. ചേട്ടൻ അന്ന് ആശുപത്രിയിൽ വെച്ച് എന്നോട് കള്ളം പറഞ്ഞതാണോ? ഗിരിയുടെ മുഖം ഒരു നിമിഷം വിളറി. പക്ഷേ അവൻ പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു. നീ വെറുതെ സ്വപ്നം കാണണ്ട. നിന്റെ കുഞ്ഞ് അന്ന് മരിച്ചുപോയി. ഈ കുട്ടി അവൻ എവിടെ നിന്നോ ദത്തെടുത്തതാകാം. നീ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി നമ്മുടെ കുടുംബത്തിൻ്റെ പേര് ചീത്തയാക്കരുത്. അവൻ ദേഷ്യത്തോടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. പക്ഷേ ഗിരിയുടെ പരിഭ്രമം നന്ദിനിയിൽ സംശയം വർദ്ധിപ്പിച്ചു. അവൾ ഉടനെ തന്നെ ആശുപത്രിയിലെ റെക്കോർഡുകൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. അതേസമയം ഹരി തൻ്റെ വീട്ടിലെത്തി ആദിയെ ഉറക്കിക്കിടത്തി. അവൻ തൻ്റെ അലമാരയിൽ നിന്നും ഒരു പഴയ ഡയറി എടുത്തു. അതിൽ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആദിയെ ദത്തെടുത്ത സമയത്ത് അനാഥാലയത്തിൽ നിന്ന് ലഭിച്ച ചില രേഖകൾ അവൻ പരിശോധിച്ചു. വയനാട്ടിലെ ഒരു ചെറിയ അനാഥാലയത്തിൽ നിന്നാണ് അവൻ ആദിയെ ദത്തെടുത്തത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന അന്തേവാസി പറഞ്ഞത് കണ്ണൂരിലെ ഏതോ വലിയ കുടുംബം പണം നൽകി ഒരു കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചതാണെന്ന്. ആ കുടുംബം ആലുവയിലെ നന്ദിനിയുടെ കുടുംബമാണോ എന്ന സംശയം അന്ന് ഹരിക്ക് തോന്നിയിരുന്നില്ല. അന്ന് രാത്രി ഹരിക്ക് ഒരു അജ്ഞാത ഫോൺ സന്ദേശം ലഭിച്ചു. ആദിയുടെ അമ്മ മരിച്ചിട്ടില്ല. ആലുവ ആശുപത്രിയിലെ പഴയ രജിസ്റ്റർ ഒന്ന് പരിശോധിക്കൂ. ഹരി ഞെട്ടിപ്പോയി. ആരായിരിക്കും ഇത് അയച്ചത്? നന്ദിനി തന്നെയാണോ, അതോ മറ്റാരെങ്കിലും അവരെ സഹായിക്കാൻ ശ്രമിക്കുകയാണോ? അവൻ ഉടനെ തന്നെ തൻ്റെ വിശ്വസ്തനായ സുഹൃത്ത് സേതുവിനെ വിളിച്ചു. സേതു, എനിക്ക് ആലുവ ഹോസ്പിറ്റലിലെ 6 വർഷം മുമ്പത്തെ ചില വിവരങ്ങൾ വേണം. നീ എങ്ങനെയെങ്കിലും അതൊപ്പിച്ചു തരണം. പിറ്റേന്ന് രാവിലെ നന്ദിനി ആരുമറിയാതെ ആലുവയിലെ ആശുപത്രിയിലെത്തി. പഴയ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന മുറിയിൽ അവൾ തിരച്ചിൽ നടത്തി.
അവളുടെ പേരിലുള്ള പേജ് അവൾ കണ്ടെത്തി. പക്ഷേ അതിൽ കുഞ്ഞിന്റെ അവസ്ഥ പറയുന്ന ഭാഗം ആരോ മനഃപൂർവ്വം കീറിക്കളഞ്ഞിരിക്കുന്നു. നിരാശയോടെ പുറത്തിറങ്ങിയ നന്ദിനി കണ്ടത് ഹോസ്പിറ്റലിന്റെ പാർക്കിങ്ങിൽ കാർ നിർത്തിയിറങ്ങുന്ന ഹരിയെയാണ്. അവർ രണ്ടുപേരും ഒരേ ലക്ഷ്യത്തോടെയാണ് അവിടെ എത്തിയതെന്ന് ആ നിമിഷം അവർക്ക് മനസ്സിലായില്ല. നീ ഇവിടെ എന്തെടുക്കുകയാണ്? ഹരി ഗൗരവത്തിൽ ചോദിച്ചു. എനിക്ക് ചില സത്യങ്ങൾ അറിയണം ഹരി. നീ അറിയാത്ത, ഞാൻ അറിയാത്ത ചില സത്യങ്ങളുണ്ട്, നന്ദിനി കണ്ണുനീരോടെ പറഞ്ഞു. ഹരി അവളുടെ അടുത്തേക്ക് നടന്നു. സത്യങ്ങൾ ആലുവയിലെ ഈ മണ്ണിൽ ആരോ കുഴിച്ചുമൂടിയിട്ടുണ്ട് നന്ദിനി. അത് നിന്റെ ചേട്ടനാണോ അതോ എൻ്റെ വീട്ടുകാരാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മകൻ, അവനെ എനിക്ക് തിരിച്ചു കിട്ടണം. ആ സമയം ആശുപത്രിയുടെ മുകൾ നിലയിൽ നിന്ന് ഒരാൾ അവരെ ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു. ഗിരിയുടെ വിശ്വസ്തനായ ഗുണ്ടയായിരുന്നു അത്. ഗിരി ഫോണിലൂടെ പറഞ്ഞു. അവർ രണ്ടുപേരും സത്യത്തിനടുത്ത് എത്തിക്കഴിഞ്ഞു. ആ ഫയലുകൾ കൈക്കലാക്കുന്നതിന് മുമ്പ് അവരെ തടയണം. ആലുവ ടൗണിലെ ആ പഴയ ആശുപത്രിയുടെ ഇടനാഴിയിൽ വെച്ച് ഹരിയും നന്ദിനിയും പരസ്പരം നോക്കി നിന്നു. വർഷങ്ങൾക്കിപ്പുറം അവർക്കിടയിലെ മൗനം വെറുപ്പായിരുന്നില്ല, മറിച്ച് തിരിച്ചറിയപ്പെടാത്ത ഏതോ ഒരു സത്യത്തിനു വേണ്ടിയുള്ള ദാഹമായിരുന്നു. നന്ദിനിയുടെ കണ്ണുകളിൽ കണ്ട നിസ്സഹായത ഹരിയുടെ ഉള്ളിലെ പകയെ അല്പമൊന്ന് തണുപ്പിച്ചു. ഹരി, എനിക്ക് ആ ഫയലുകൾ കാണണം. എൻ്റെ കുഞ്ഞ് മരിച്ചുപോയെന്ന് ചേട്ടൻ പറഞ്ഞത് കള്ളമാണോ എന്ന് എനിക്ക് ഉറപ്പിക്കണം, നന്ദിനി വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. ഹരി അവളെ തുറിച്ചു നോക്കി. ഗിരി പറഞ്ഞതോ? അപ്പോൾ നീയല്ലേ എന്നെ വിട്ടുപോയത്? കടക്കണിയിൽപ്പെട്ടപ്പോൾ കൂടെ നിൽക്കാതെ സ്വന്തം വീട്ടുകാർക്കൊപ്പം പോയ നിന്നെ ഞാൻ എന്തിനാണ് വിശ്വസിക്കേണ്ടത്? ഞാൻ പോയതല്ല ഹരി, എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയതാണ്. നിന്റെ ബിസിനസ് തകർന്നത് നീ അറിഞ്ഞതിനേക്കാൾ വലിയൊരു ചതിയിലൂടെയാണ് അത് ചെയ്തത്. നിന്റെ പങ്കാളികൾ മാത്രമല്ല അതിൽ, എൻ്റെ ചേട്ടനും പങ്കുണ്ടായിരുന്നു, നന്ദിനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഈ വെളിപ്പെടുത്തൽ ഹരിയെ തളർത്തിക്കളഞ്ഞു. ഗിരി തൻ്റെയും നന്ദിനിയുടെയും ജീവിതം തകർക്കാൻ അവൻ ഇത്രത്തോളം തരം താഴ്ന്നു. അവർ ആശുപത്രിയിലെ പഴയ റെക്കോർഡ് റൂമിലേക്ക് വീണ്ടും കയറാൻ ശ്രമിച്ചപ്പോഴാണ് അവിടെ കാവൽ നിന്നിരുന്ന സെക്യൂരിറ്റി അവരെ തടഞ്ഞത്. സാർ, ആർക്കും അകത്തേക്ക് പ്രവേശനമില്ല. മാനേജ്മെന്റിന്റെ കർശന ഉത്തരവുണ്ട്. അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ഗിരി ഇതിനോടകം തന്നെ അവിടെ വിരലുകൾ ചലിപ്പിച്ചു കഴിഞ്ഞു. നിരാശയോടെ പുറത്തിറങ്ങിയ ഹരിയെ വീണ്ടും ആ അജ്ഞാത സന്ദേശം വന്നു. കൊച്ചി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ അവിടെ അടുത്ത് ഒരു പള്ളിയുണ്ട്. അവിടെ അടുത്തുള്ള വീട്ടിൽ മേരി എന്നൊരു നഴ്സുണ്ട്. അവരെ കാണൂ. ഒരു നിമിഷം പോലും കളയാതെ ഹരി തൻ്റെ കാർ എടുത്ത് കൊച്ചി എയർപോർട്ട് റോഡിലേക്ക് തിരിച്ചു. നന്ദിനിയും അവനൊപ്പം കയറി. ആ യാത്രയിൽ അവർ അധികം സംസാരിച്ചില്ലെങ്കിലും അവർക്കിടയിലെ മഞ്ഞുരുകാൻ തുടങ്ങിയിരുന്നു. മഴ പെയ്തു തുറന്ന കൊച്ചി റോഡിലൂടെ അവർ വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. മേരിയുടെ വീട്ടിലെത്തിയപ്പോൾ പ്രായമായ ആ സ്ത്രീ വരാന്തയിലിരിക്കുകയായിരുന്നു. 6 വർഷം മുൻപ് നന്ദിനിയുടെ പ്രസവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സായിരുന്നു അവർ. ഹരിയെയും നന്ദിനെയും കണ്ടപ്പോൾ ആദ്യം അവർ ഭയന്നു. എനിക്കൊന്നും അറിയില്ല, എന്നെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്, അവർ പിന്തിരിഞ്ഞു. ഹരി അവരുടെ കൈകളിൽ പിടിച്ചു അപേക്ഷിച്ചു. അമ്മേ, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ കാര്യമാണ്, സത്യം പറയണം. അന്ന് ആ ആശുപത്രിയിൽ എന്താണ് നടന്നത്? മേരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ സാവധാനം പറഞ്ഞു തുടങ്ങി. ആ രാത്രി നന്ദിനി പ്രസവിച്ചത് ഒരു ആൺകുഞ്ഞിനെയായിരുന്നു. കുഞ്ഞ് ആരോഗ്യവാനായിരുന്നു. പക്ഷേ നന്ദിനി ബോധ്യരഹിതയായി കിടന്നപ്പോൾ ഗിരിസാർ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. കുഞ്ഞ് മരിച്ചുപോയെന്ന് റെക്കോർഡിൽ എഴുതാൻ പറഞ്ഞു. എന്നിട്ട് ആ കുഞ്ഞിനെ ഒരു ബാഗിലാക്കി അദ്ദേഹം കൊണ്ടുപോയി. പണം നൽകി എൻ്റെ വായ അടപ്പിച്ചു. പക്ഷേ ഇത്രയും കാലം ആ പാപം ചുമന്ന് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. നന്ദിനി നിലവിളിച്ചുകൊണ്ട് താഴെയിരുന്നു. എൻ്റെ കുഞ്ഞ്, അവൻ ജീവനോടെ ഉണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ എന്നോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തോ? ആ കുഞ്ഞിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഹരി ശ്വാസം അടക്കി പിടിച്ച് ചോദിച്ചു. വയനാട്ടിലെ ഒരു സ്വകാര്യ അനാഥാലയത്തിലേക്ക് കൊടുത്തു എന്നാണ് ഗിരിസാർ എന്നോട് പറഞ്ഞത്. അവിടെ ആർക്കും അവനെ കണ്ടെത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചിരുന്നു. ഹരി സ്തംഭിച്ചുപോയി. വയനാട്ടിലെ ആ അനാഥാലയത്തിൽ നിന്നാണ് അവൻ ആദിയെ ദത്തെടുത്തത്. ആദിയുടെ മുഖത്തെ തൻ്റെ സാമ്യം പലരും പറഞ്ഞിരുന്നെങ്കിലും അതൊരു യാദൃശികമാണെന്നാണ് അവൻ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം വ്യക്തമായിരിക്കുന്നു. ആദി അവൻ്റെ തന്നെ ചോരയാണ്, നന്ദിനിയും അവൻ്റെ പ്രണയത്തിൻ്റെയും അടയാളം. ഹരി നന്ദിനിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നന്ദിനി, കരയണ്ട. ആദി നമ്മുടെ മകനാണ്. ഞാൻ അവനെ ദത്തെടുത്തത് ആ അനാഥാലയത്തിൽ നിന്നാണ്. നമ്മൾ തിരഞ്ഞ സത്യം നമ്മുടെ കൂടെ തന്നെയുണ്ട്. ആ നിമിഷം അവരുടെ പിന്നിൽ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നും ഗിരി പുറത്തിറങ്ങി. അവൻ്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് ഒരു രാക്ഷസീയ ഭാവമായിരുന്നു. സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞുവല്ലേ? പക്ഷേ ഇത് പുറം ലോകം അറിയാൻ പാടില്ല. ആലുവയിലെ പ്രമാണിയായ ഗിരിയുടെ പേര് ചീത്തയാക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഗിരിയെ കണ്ടതും ഹരിയുടെ കണ്ണുകളിൽ തീ പടർന്നു.
നീ ഞങ്ങളെ കൊന്നാലും സത്യം മാറില്ല ഗിരി. എൻ്റെ മകൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. നിന്റെ കൂടെ ഉണ്ടാവില്ല ഹരി. ആദി ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. നിന്റെ വീട്ടിൽ നിന്നും എൻ്റെ ആളുകൾ അവനെ എടുത്തു കഴിഞ്ഞു. ഗിരി വക്രബുദ്ധിയോടെ ചിരിച്ചു. ഹരിയും നന്ദിനിയും തകർന്നുപോയി. ഗിരിയുടെ വാക്കുകൾ ഹരിയുടെ കാതുകളിൽ ഒരു പ്രഹരം പോലെയാണ് പതിച്ചത്. ആദി അവൻ്റെ കയ്യിലുണ്ടെന്നറിഞ്ഞ നിമിഷം ഹരിയുടെ ഉള്ളിലെ പിതാവ് ഉണർന്നു. ഗിരി തോക്കു ചൂണ്ടി നിൽക്കുകയാണെന്ന കാര്യം പോലും മറന്ന് അവൻ മുന്നോട്ടാഞ്ഞു. എൻ്റെ മകനെ നീ എന്തു ചെയ്തു ചതിയ? ഹരിയുടെ അലർച്ച ആ വിജനമായ പാതയിൽ പ്രതിധ്വനിച്ചു. ഗിരി പരിഹാസത്തോടെ ചിരിച്ചു. അവൻ സുരക്ഷിതനാണ് ഹരി. പക്ഷേ അത് നീ എന്നോട് എത്രത്തോളം സഹകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. മേരിയെയും കൂട്ടി നീ ഇവിടുന്ന് വണ്ടി വിടണം. ഈ സത്യം പുറംലോകം അറിഞ്ഞാൽ ആലുവയിൽ എനിക്കുള്ള സ്വാധീനം നഷ്ടപ്പെടും. അത് സംഭവിക്കാതിരിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. ചേട്ടാ, സ്വന്തം അനന്തരവനെയാണ് ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത്. അവൻ എൻ്റെ ചോരയല്ലേ? നന്ദിനി കരഞ്ഞുകൊണ്ട് ഗിരിയുടെ കാൽക്കൽ വീണു. പക്ഷേ പണത്തോടും പദവിയോടുമുള്ള ആർത്തി ഗിരിയെ അന്ധനാക്കിയിരുന്നു. 6 വർഷം മുൻപ് തൻ്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കാൻ ഹരിയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കണമെങ്കിൽ നന്ദിനിയെ അവനിൽ നിന്ന് മാറ്റണമായിരുന്നു. അതിനായി അവൻ നെയ്ത വലയിൽ കുടുങ്ങിയത് 2 ജീവിതങ്ങളായിരുന്നു. പെട്ടെന്ന് ഹരിയുടെ ഫോൺ ശബ്ദിച്ചു. വീട്ടിൽ ആദിയെ നോക്കാൻ നിർത്തിയിരുന്ന സേതുവായിരുന്നു അത്. ഹരി, കുറച്ചു പേർ വന്ന് ആദിയെ നിർബന്ധിച്ചു കൊണ്ടുപോയി. കൊച്ചി എയർപോർട്ടിന് പുറകിലുള്ള ആ പഴയ കശുവണ്ടി ഫാക്ടറിയിലേക്കാണ് അവർ പോയത്. ഞാൻ അവരുടെ പുറകെയുണ്ട്. സേതുവിൻ്റെ സന്ദേശം ലഭിച്ചതും ഹരി ഒരു നിമിഷം പോലും വൈകിയില്ല. ഗിരി തടയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഹരി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിന് നേരെ ആഞ്ഞു. ഒരു പിടിവലിക്കൊടുവിൽ ഗിരിയെ തള്ളിമാറ്റി അവൻ നന്ദിനിയെയും കൂട്ടി കാറിലേക്ക് പാഞ്ഞു. പിന്നിൽ നിന്ന് ഗിരി വെടിയുതിർത്തെങ്കിലും അത് ലക്ഷ്യം തെറ്റി കാറിൻ്റെ ടയറിന് പുറകിൽ പതിച്ചു. കൊച്ചി എയർപോർട്ട് റോഡിലൂടെ ഹരി കാർ പറപ്പിച്ചു. രാത്രിയുടെ ഇരുട്ടിൽ വിമാനത്താവളത്തിലെ വെളിച്ചം ദൂരെ കാണാമായിരുന്നു. എയർപോർട്ടിന് പുറകിലുള്ള കുന്നിൻ ചെരുവിലെ വിജനമായ ആ പഴയ ഫാക്ടറി പണ്ട് ഗിരിയുടെ ബിനാമി ഇടപാടുകൾ നടത്തിയിരുന്ന സ്ഥലമായിരുന്നു. അങ്ങോട്ടുള്ള വഴി കല്ലും മണ്ണും നിറഞ്ഞതായിരുന്നു. ഹരി, അവനൊന്നും സംഭവിക്കില്ലല്ലോ? നന്ദിനി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇല്ല നന്ദിനി, നമ്മുടെ മകനെ തൊടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഹരി പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ഉള്ളിൽ ആദിയുടെ ആ നിഷ്കളങ്കമായ ചിരിയായിരുന്നു. അന്ന് അനാഥാലയത്തിൽ വെച്ച് തൻ്റെ വിരലിൽ പിടിച്ച ആ കുഞ്ഞു കൈകൾ ഒരിക്കലും വിട്ടുപിടിക്കില്ലെന്ന് അവൻ മനസ്സ് ഉറപ്പിച്ചതാണ്. ഫാക്ടറിക്ക് അരികെ എത്തിയപ്പോൾ സേതു മരങ്ങൾക്കിടയിൽ പതുങ്ങി നിൽക്കുന്നത് അവർ കണ്ടു. ഹരി, അവർ അവനെ അകത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. ഗിരിയുടെ കുണ്ടകൾ പുറത്ത് കാവലുണ്ട്. നമ്മൾ സൂക്ഷിക്കണം. സേതു താക്കീത് നൽകി. ഹരി കാറിൽ നിന്നും ഇറങ്ങി. അവന് പേടിയുണ്ടായിരുന്നില്ല. പകരം ഒരു സിംഹത്തിൻ്റെ വീര്യമായിരുന്നു. അവൻ ഒരു വലിയ ഇരുമ്പുവടി കൈക്കലാക്കി. നന്ദിനിയോട് കാറിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചില്ല. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഞാനും വരും. അവർ സാവധാനം ഫാക്ടറിയുടെ പുറകുവശത്തെ വാതിലിലൂടെ അകത്തേക്ക് കടന്നു. തുരുമ്പിച്ച യന്ത്രങ്ങൾക്കിടയിലൂടെ അവർ നീങ്ങുമ്പോൾ ഉള്ളിൽ നിന്നും ആദിയുടെ കരച്ചിൽ കേട്ടു. അച്ഛാ, അച്ഛാ എന്ന ആ വിളി ഹരിയുടെ ഹൃദയത്തെ കീറിമുറിച്ചു. ഫാക്ടറിയുടെ നടുമുറ്റത്ത് ഒരു കസാരയിൽ ആദിയെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ചുറ്റും 4-5 ഗുണ്ടകൾ സിഗരറ്റ് വലിച്ചു നിൽക്കുന്നു. ഹരി ഒട്ടും വൈകിയില്ല. ഒരു കൊടുങ്കാറ്റ് പോലെ അവൻ അവർക്കിടയിലേക്ക് ചാടി വീണു. ഇരുമ്പുവടി കൊണ്ട് അവൻ ആഞ്ഞടിച്ചു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഗുണ്ടകൾ ഒന്ന് പതറി. സേതുവും അവനൊപ്പം ചേർന്നു. ആ സംഘട്ടത്തിനിടയിൽ ഹരിയുടെ തോളിൽ ഒരു ഗുണ്ട കത്തിയെടുത്ത് കുത്തി. ചോര വാർന്നൊഴുകിയിട്ടും ഹരി അവനെ തല്ലി വീഴ്ത്തി. നന്ദിനി വേഗം ഓടിച്ചെന്ന് ആദിയുടെ കെട്ടുകൾ അഴിച്ചു. മോനെ, അമ്മയുണ്ട്. അവൾ അവനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആദിക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു ചിരി കേട്ടു. ഗിരി തൻ്റെ കാറുമായി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അവൻ്റെ കയ്യിൽ മറ്റൊരു തോക്കുമുണ്ടായിരുന്നു. ഹരി, നിന്നെ എന്ന് ഞാൻ ഈ കുന്നിൻ മുകളിൽ കുഴിച്ചു മൂടും. ഗിരി തോക്കിൻ്റെ ട്രിഗർ അമർത്താൻ നോക്കിയപ്പോഴാണ് ദൂരെ നിന്ന് പോലീസ് ജീപ്പിൻ്റെ സൈറൻ മുഴങ്ങിയത്. സേതു നേരത്തെ തന്നെ പോലീസിന് വിവരം അറിയിച്ചിരുന്നു. പോലീസ് വരുന്നത് കണ്ട ഗിരി പരിഭ്രമിച്ചു. അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഹരി അവനെ ഓടിച്ചിട്ട് പിടിച്ചു. ഗിരിയുടെ മുഖത്തേക്ക് ഹരി ആഞ്ഞടിച്ചു. ഇത് നന്ദിനിയെ ചതിച്ചതിന്, ഇത് എൻ്റെ മകനെ അനാഥനാക്കിയതിന്. പോലീസ് ഗിരിയെ വിലങ്ങുവെച്ച് കൊണ്ടുപോയി. ആ രാത്രിയിൽ കൊച്ചിയിലെ കുന്നിലെ പഴയ ഫാക്ടറിക്ക് മുന്നിൽ ഹരിയും നന്ദിനിയും ആദിയെ നടുവിൽ നിർത്തി ചേർത്ത് പിടിച്ചു. ആദിയുടെ യഥാർത്ഥ മാതാപിതാക്കൾ ഒന്നിച്ചിരിക്കുന്നു എന്ന സത്യം ആലുവയിലെ ആ മണ്ണിൽ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. പക്ഷേ കഥ അവിടെ അവസാനിച്ചിരുന്നില്ല. മേരി പറഞ്ഞ മറ്റൊരു കാര്യം ഹരിയുടെ മനസ്സിലുണ്ടായിരുന്നു. ഹരിയുടെ സ്വന്തം വീട്ടുകാരും ഈ ചതിയിൽ പങ്കാളികളായിരുന്നു എന്ന സത്യം അവനെ വളരെയധികം വേദനിപ്പിച്ചു. ഗിരി പോലീസിന്റെ പിടിയിലായതോടെ നന്ദിനിയും ഹരിയും ആദിയുമായി ഹരിയുടെ തറവാട്ടിലേക്ക് മടങ്ങി. മേരി പറഞ്ഞ ആ വാക്കുകൾ ഹരിയുടെ അച്ഛനും ഈ ചതിയിൽ പങ്കുണ്ടെന്ന സത്യം അവൻ്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പോലെ പുകയുന്നുണ്ടായിരുന്നു.
വീട്ടിലെത്തിയ ഉടൻ ഹരി തൻ്റെ അച്ഛനായ മാധവൻ നായരുടെ മുറിയിലേക്ക് പോയി. നന്ദിനി ആദിയെ മുറിയിൽ ഉറക്കിക്കിടത്തി അവരോടൊപ്പം വന്നു നിന്നു. മാധവൻ നായരുടെ മുഖത്ത് ഒരു തരം കുറ്റബോധം നിഴലിച്ചിരുന്നു. മകൻ്റെ കണ്ണുകളിലെ ആ ദേഷ്യം നേരിടാൻ ആ വൃദ്ധൻ പതറുന്നുണ്ടായിരുന്നു. അച്ഛനോട് എനിക്ക് ഒരൊറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. ഹരിയുടെ ശബ്ദം വിറച്ചു. നന്ദിനി പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയെന്ന് എന്നെ വിശ്വസിപ്പിച്ചത് എന്തിനായിരുന്നു? ആദിയെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കാൻ ഗിരിക്കൊപ്പം അച്ഛൻ കൂട്ടുനിന്നോ? മാധവൻ കസേരയിൽ തളർന്നിരുന്നു. അദ്ദേഹം സാവധാനം പറഞ്ഞു തുടങ്ങി. ഹരി, അന്ന് നിന്റെ ബിസിനസ് തകർന്നപ്പോൾ ആ കുടുംബവുമായുള്ള ബന്ധം നമുക്ക് ശാപമാകുമെന്ന് ഞാൻ കരുതി. ഗിരിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണത്തിന് പകരമായി നന്ദിനിയെ ഒഴിവാക്കണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞ് വളർന്നാൽ നിങ്ങൾ വീണ്ടും ഒന്നിക്കുമെന്ന് ഗിരി ഭയപ്പെട്ടു. അതുകൊണ്ട് അവൻ കുഞ്ഞിനെ മാറ്റാൻ തീരുമാനിച്ചു. എനിക്ക് അതിനെ തടയാൻ കഴിഞ്ഞില്ല. കുടുംബത്തിൻ്റെ മാനമോർത്താണ് ആദിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അമ്മയുടെ പേര് തിരുത്താൻ ഞാൻ ഒപ്പിട്ട് നൽകിയത്. മാനം? ഹരി അട്ടഹസിച്ചു. സ്വന്തം പേരക്കുട്ടിയെ അനാഥനാക്കുന്നതാണ് അച്ഛൻ പറഞ്ഞ മാനം. നന്ദിനി ഒന്നും സംസാരിച്ചില്ല. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. തന്നെ സ്നേഹിക്കേണ്ടവരും സംരക്ഷിക്കേണ്ടവരും ചേർന്ന് ഒരുക്കിയ ഈ ഒരു വലിയ കെണിയിൽ നിന്നും താൻ രക്ഷപ്പെട്ടത് ദൈവനിശ്ചയം കൊണ്ടാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അതേസമയം ജയിലിലായ ഗിരി തൻ്റെ വക്കീൽ മുഖേന പുതിയൊരു നീക്കം നടത്തി. ആദിയെ ഹരി ദത്തെടുത്തത് നിയമപരമല്ലെന്നും തൻ്റെ സമ്മതമില്ലാതെയാണ് കുഞ്ഞിനെ അനാഥാലയത്തിൽ നിന്നും കൊണ്ടുപോയതെന്നും അവൻ പരാതി നൽകി. കോടതിയിൽ ആദിയുടെ സംരക്ഷണാവകാശം സംബന്ധിച്ച കേസ് പെട്ടെന്ന് ഫയൽ ചെയ്യപ്പെട്ടു. ഗിരിയുടെ പണവും സ്വാധീനവും ഉപയോഗിച്ച് ആദിയെ ഹരിയിൽ നിന്നും നന്ദിനിയിൽ നിന്നും അകറ്റാനായിരുന്നു അവൻ്റെ അവസാന ശ്രമം. കോടതിയിൽ കേസ് തുടങ്ങിയപ്പോൾ അന്തരീക്ഷം വല്ലാതെ മുറുകി. പ്രോസിക്യൂഷൻ വാദിച്ചത് അതിൻ്റെ യഥാർത്ഥ രേഖകളിൽ അമ്മയുടെ പേര് വ്യക്തമല്ലെന്നും ഹരി കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതുമെന്നാണ്. മാധവൻ നായർ നൽകിയ വ്യാജരേഖകൾ അവർ തെളിവായി ഹാജരാക്കി. ഹരിയും നന്ദിനിയും തകർന്നുപോയി. സ്വന്തം മകനാണെന്ന് തെളിയിക്കാൻ അവരുടെ കയ്യിൽ ശാസ്ത്രീയമായ തെളിവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് DNA ടെസ്റ്റ് എടുക്കണം, ഹരിയും നന്ദിനിയും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അതിലൂടെ മാത്രമേ നമുക്ക് സത്യം തെളിയിക്കാൻ കഴിയൂ. കോടതി DNA ടെസ്റ്റിന് അനുമതി നൽകി. എന്നാൽ റിസൾട്ട് വരാൻ ദിവസങ്ങൾ എടുക്കും. ആ ദിവസങ്ങളിൽ ആദിയെ ഒരു ചൈൽഡ് കെയർ സെൻ്ററിലേക്ക് മാറ്റാൻ കോടതി ഉത്തരവിട്ടു. ആദി തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൈകൾ വിടാതെ കരഞ്ഞു. എനിക്ക് എങ്ങോട്ടും പോകേണ്ട അച്ഛ. ആ വിളി കോടതിയുടെ ഇടനാഴികളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഹരി ആദിയുടെ കാതിൽ മന്ത്രിച്ചു. മോനെ, അച്ഛൻ ഉടനെ വരും. നമ്മൾ 3 പേരും ഇനി ഒരിക്കലും പിരിയില്ല. ആദിയെ കൊണ്ടുപോയ ആ നിമിഷം ഗിരിയുടെയും നന്ദിനിയുടെയും ഉള്ളിൽ ഒരു പുതിയൊരു വാശി ജനിച്ചു. അവർക്ക് മുമ്പിൽ ഇനി നിയമത്തിൻ്റെ വഴികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആലുവയിലെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെയും നഴ്സുമാരെയും സാക്ഷികളാക്കാൻ ഹരി നെട്ടോട്ടമോടി. ആ രാത്രിയിൽ ഹരിയുടെ വീട്ടിലേക്ക് ഒരാൾ രഹസ്യമായി കടന്നു വന്നു. അത് ഗിരിയുടെ ബിസിനസ് പങ്കാളിയായ വിവേകായിരുന്നു. അവൻ ഗിരിയുമായി തെറ്റിപ്പിരിഞ്ഞ സമയമായിരുന്നു അത്. ഗിരി, നിന്റെ ബിസിനസ് തകർക്കാൻ ഉണ്ടാക്കിയ ആ വ്യാജ കരാറിൻ്റെ ഒറിജിനൽ എൻ്റെ കയ്യിലുണ്ട്. അത് കോടതിയിൽ ഹാജരാക്കിയ ഗിരിയുടെ എല്ലാ കള്ളത്തരവും പൊളിയും. വിവേക് നൽകിയ ആ രേഖകൾ ഹരിക്ക് പുതിയൊരു പ്രതീക്ഷ നൽകി. അതേസമയം നന്ദിനി തൻ്റെ പഴയ വീട്ടിൽ പോയി അമ്മയെ കണ്ടു. മകളുടെ സങ്കടം കണ്ട ആ അമ്മ ഗിരിക്കെതിരെ മൊഴി നൽകാൻ തയ്യാറായി. സ്വന്തം മകനെതിരെ ഒരു അമ്മ കോടതിയിൽ നിൽക്കുന്നത് ഗിരിയുടെ പതനത്തിൻ്റെ തുടക്കമായിരുന്നു. നഗരത്തിലെ പ്രമുഖനായ ഗിരിയുടെ തകർച്ചയും മരിച്ചുപോയെന്ന് കരുതിയ ഒരു കുഞ്ഞിൻ്റെ തിരിച്ചുവരവും നാട്ടിൽ ഉടനീളം ചർച്ചയായിരുന്നു. DNA ടെസ്റ്റിൻ്റെ ഫലം പുറത്തു വരുന്ന ദിവസമായിരുന്നു അത്. ഹരിയും നന്ദിനിയും പ്രാർത്ഥനയോടെ കോടതിയുടെ വരാന്തയിലിരുന്നു. ദിവസങ്ങളോളം മകനെ പിരിഞ്ഞു നിന്നതിൻ്റെ വേദന അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. ആദിയെ ചൈൽഡ് കെയർ സെൻ്ററിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവൻ ഓടിച്ചെന്ന് ഗിരിയുടെയും നന്ദിനിയുടെയും മടിയിലിരുന്നു. ഇനി നമ്മൾ എങ്ങോട്ടും പോകില്ലല്ലോ അച്ഛ. അവൻ്റെ കുഞ്ഞു ചോദ്യത്തിന് മുന്നിൽ ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു. നന്ദിനി അവനെ ചേർത്ത് പിടിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സത്യം തൻ്റെ മടിയിലിരിക്കുന്നു എന്നവൾക്ക് തോന്നി. കോടതി നടപടികൾ ആരംഭിച്ചു. ഹോസ്പിറ്റലിലെ ഡോക്ടറും മീരിയും മറ്റ് നഴ്സുമാരുടെയും മൊഴികൾ ഗിരിയെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കിയിരുന്നു. ഗിരിയുടെ അഭിഭാഷകൻ ആവുന്നത്ര ശ്രമിച്ചെങ്കിലും വിവേക് നൽകിയ വ്യാജ കരാറിൻ്റെ രേഖകൾ ഗിരിയുടെ ഗൂഢാലോചനകൾ അക്കമിട്ട് നിരത്തി. എങ്കിലും ശാസ്ത്രീയമായ തെളിവ് ഹാജരാക്കാൻ ജഡ്ജി ഉത്തരവിട്ടു. മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. ജഡ്ജി അത് സസൂക്ഷ്മം പരിശോധിച്ചു. ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, ആദിദേവൻ എന്ന ആൺകുട്ടി ഹരിയുടെയും നന്ദിനിയുടെയും യഥാർത്ഥ മകൻ തന്നെയാണെന്ന്. DNA റിപ്പോർട്ടുകൾ 100% ഇത് ശരിവെക്കുന്നുണ്ട്. ഗിരി എന്ന വ്യക്തി സ്വന്തം ലാഭത്തിനായി തൻ്റെ സഹോദരിയെയും കുടുംബത്തെയും വഞ്ചിച്ച് എന്ന് മാത്രമല്ല, ഒരു പിഞ്ചു കുഞ്ഞിനെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കുന്ന ക്രൂരതയും ചെയ്തിരിക്കുന്നു.
ഗിരിക്കെതിരെ തട്ടിക്കൊണ്ടുപോകൽ, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ജീവപര്യന്തം തടവിന് ഈ കോടതി വിധിക്കുന്നു. കോടതി മുറിയിൽ സന്തോഷത്തിന്റെ കണ്ണീർ പടർന്നു. ഗിരിയെ പോലീസ് വലയം വെച്ച് കൊണ്ടുപോകുമ്പോൾ അവൻ ഹരിയെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ പരാജയപ്പെട്ട ഒരു വേട്ടക്കാരന്റെ ഭയമായിരുന്നു. മാധവൻ നായർ തൻ്റെ മകൻ്റെയും മരുമകളുടെയും അടുത്തേക്ക് നടന്നു ചെന്നു. എനിക്ക് മാപ്പ് തരണം മക്കളെ, എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് പറ്റിയ വലിയൊരു പാവമായിരുന്നു അത്. അദ്ദേഹം തേങ്ങി. ഹരി ആ വൃദ്ധനെ ചേർത്ത് പിടിച്ചു. വെറുപ്പിനേക്കാൾ വലുത് മാപ്പാണെന്ന് അവൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു. കൊച്ചി എയർപോർട്ട് റോഡിലൂടെ അവർ മൂവരും ഹരിയുടെ കാറിൽ യാത്ര തിരിച്ചു. കാറിനുള്ളിൽ ആദി നന്ദിനിയുടെ മടിയിൽ കിടന്നു ഉറങ്ങുകയായിരുന്നു. 6 വർഷത്തെ കണ്ണീരും വേർപാടും ആ മണ്ണിൽ അവസാനിച്ചിരിക്കുന്നു. യാത്രക്കിടയിൽ ഹരി നന്ദിനിയെ നോക്കി. നമുക്ക് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കണോ നന്ദിനി? നന്ദിനി പുറത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട ഹരി, നമ്മൾ ജനിച്ചതും പ്രണയിച്ചതും ഈ ആലുവയിലെ മണ്ണിലാണ്. നമ്മുടെ മകനും ഇവിടെ തന്നെ വളരട്ടെ. ചതിയുടെ കഥകൾക്ക് മീതെ പ്രണയത്തിന്റെ പുതിയൊരു അധ്യായം നമുക്കിവിടെ തുടങ്ങാം. ഹരി ആദിയുടെ കുഞ്ഞു വിരലുകളിൽ മുറുകെ പിടിച്ചു. ആലുവ മണ്ണിലെ സന്ധ്യാസൂര്യൻ അസ്തമിക്കുമ്പോൾ ആ കുടുംബം ഒരു പുതിയ പുലരിയിലേക്ക് നടന്നു കയറുകയായിരുന്നു. ആദിയുടെ ചിരി ആ കാറിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇനി അവന് അനാഥാലയം ഇല്ല. അവന് അവകാശപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും നെഞ്ചിലെ ചൂടുണ്ട്. കൂട്ടുകാരെ, കാലം ചിലപ്പോൾ മനുഷ്യരെ അകറ്റും, ചതി ചിലപ്പോൾ ജീവിതങ്ങളെ തകർക്കും. പക്ഷേ വിധിയുടെ കരുനീക്കങ്ങൾക്കിടയിലും സത്യം ജയിക്കാനായി കാത്തിരിക്കണമെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായും എന്നെ അറിയിക്കണേ. ഇതുപോലെ ഹൃദയസ്പർശിയായ കഥകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? താങ്ക്സ് ഫോർ വാച്ചിങ്.